ഹായ് ഗായ്സ്, നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയിലേക്ക് ഒരു പുതിയ ആൾ കൂടി കടന്നു വരികയാണ് കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ ഫോമിംഗ് ഫേസ് വാഷാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ജീരകം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഫേസ് വാഷാണ് ക്യുമിൻ ഫോം ഫേസ് വാഷ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഞാൻ നിങ്ങളോട് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കടുക്കട വേണോ ജീരകത്തിൻ്റെ വേണോ. ഞാനിങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വേറെയും കുറച്ച് പ്രോഡക്റ്റൊക്കെ നമ്മൾ സെയിലായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ സ്കിൻ ടൈപ്പും അതുപോലെ തന്നെ അവർക്കുണ്ടായിട്ടുള്ള അലർജിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പിമ്പിൾസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യമാണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല അല്ലേ. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല ചില ആൾക്കാർക്ക് പറ്റാത്ത ആൾക്കാരുണ്ട്. എനിക്ക് നമ്മുടെ ആ ഒരു കസ്റ്റമേഴ്സിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. ആലുവേര പറ്റാത്ത ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ആര്യവേപ്പിൽ പറ്റാത്ത ആൾക്കാരുണ്ട്, പിന്നെ മഞ്ഞൾ പറ്റാത്ത ആൾക്കാരുണ്ട്, മുൾട്ടാനി മിട്ടി പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ടൈപ്സ് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഐഡിയ ആണ്, നമുക്ക് ജീരകത്തിൻ്റെ വെച്ച് ചെയ്യും. ജീരകത്തിൻ്റെ ആകുമ്പോൾ അതുപോലെ തന്നെ കടുക്കട ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സൂട്ടാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഓരോ പ്രോഡക്റ്റും നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഇതായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് കടുക്ക ജെല്ലാണെങ്കിലും ബ്രൈറ്റൻ ജെല്ലാണെങ്കിലും ഫേസ് മോയ്സ്ചറൈസർ ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഉപയോഗിക്കാം. ഓയിൽ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഉപയോഗിക്കാം. നമ്മളത് സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ചെറിയ രീതിക്കൊരു മാറ്റം വരുത്തുന്നുള്ളൂ. ബാക്കി എല്ലാം ബേസിക് അത് തന്നെയാണ് കേട്ടോ. അതിനകത്ത് ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ നമ്മൾ. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി സൂട്ടാവുന്ന രീതിക്കുള്ള ഒരു ഇതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു നമുക്ക് ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ കടുക്കടിയും വെച്ച് ചെയ്യാമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചത്. കമൻറ്റ് ടൈമിനകത്ത് നമ്മൾ പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് ഭൂരിപക്ഷം വോട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജീരകത്തിൻ്റെ ഫേസ് വാഷ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് മണം പ്രശ്നമല്ല, ജീരകത്തിൻ്റെ തന്നെ മതി എന്നുള്ള ഒരു വോട്ടാണ് നമുക്ക് അതിനകത്ത് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു ജീരകത്തിൻ്റെ ഈ ഒരു ഫോം ഫേസ് വാഷ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫോമിംഗ് ഫേസ് വാഷ് കേട്ടോ. ഇതുപോലെ പമ്പ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഫോമായിട്ട് നമുക്ക് കിട്ടും. കാണുമ്പോൾ ലിക്വിഡ് ടൈപ്പ് ആണെങ്കിൽ പോലും നമുക്കിതുപോലെ ഫോം ചെയ്ത് വരുമ്പോൾ നല്ല രീതിക്ക് ആ ഒരു ഫോമായിട്ട് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരാം. നല്ല രീതിയിൽ തന്നെ ക്ലെൻസ് ചെയ്ത് വരും. അത് മാത്രമല്ല, നമുക്ക് പിമ്പിൾസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് മാറാനായിട്ടും ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിനകത്ത് നമ്മൾ ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഈ ഒരു ഫേസ് വാഷിന് ചെറിയൊരു രീതിക്ക് യെല്ലോയിഷ് ടിൻ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ബോട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതിപ്പോൾ വീഡിയോനകത്ത് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ചെറിയൊരു യെല്ലോയിഷ് ടിൻ്റ് ഉണ്ടാവും. നമ്മളതിനകത്തേക്ക് യാതൊരു കളറോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് കേട്ടോ. ആ ഒരു ജീരകത്തിൻ്റെ ചെറിയൊരു യെല്ലോയിഷ് ടിൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. അതുപോലെ തന്നെ നമ്മളിതിനകത്തേക്ക് ഫ്രാഗ്രൻസോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല സ്മെല്ലിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെറിയ രീതിക്ക് സ്മെല്ലുണ്ടാവും. അത് നമ്മുടെ എസെൻഷ്യൽ ഓയിലിൻ്റെ സ്മെല്ലാണ് കേട്ടോ. അതല്ലാതെ നമ്മളിതിനകത്ത് ഫ്രാഗ്രൻസോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ബേബി പ്രോഡക്റ്റിൽ സേഫായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫേസിൻ്റെ ഒരു pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കിയിരിക്കുന്നത്. pH ലെവൽ 5.5 വരും കേട്ടോ. അത് ഞാൻ കാണിക്കാം. അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം എത്രമാത്രം നമുക്ക് ആ ഒരു pH ലെവൽ ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിതാ ഫേസ് അല്ല, നമ്മുടെ കൈയാണ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച അത്രയും തന്നെ നിങ്ങൾക്ക് എടുക്കേണ്ട കാര്യമില്ല. അത് ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി പമ്പ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അതൊക്കെ കുറച്ച് ഓവറാണ്. അപ്പോൾ ഒരൊറ്റ പമ്പ് അല്ലെങ്കിൽ 1-2 പമ്പ് മാത്രം മതിയാവും നമുക്കൊന്ന് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഒത്തിരി നമുക്ക് ആവശ്യമില്ല. കണ്ടുള്ള നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് തോന്നും കേട്ടോ. നമ്മളിത് ഉപയോഗിക്കും, നമുക്ക് നമ്മുടെ ഫേസ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വലിഞ്ഞ് ഡ്രൈ ആവുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഹാർഡ് ആവുന്ന പോലെ ആ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ആ ഒരു pH ലെവൽ കണക്കാക്കുന്നത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ pH ലെവലിൻ്റെ ആ ഒരു ബാലൻസ് ഷീറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു pH ടെസ്റ്റ് പേപ്പറിനകത്തേക്കാണ് നമ്മുടെ ഫേസ് വാഷ് അങ്ങ് ഇട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇറ്റിക്കുന്ന സമയത്ത് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് നമ്പർ കാണുന്നുണ്ടല്ലേ, 2, 4, 6 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് 4 വേണം നമുക്ക് കിട്ടാനായിട്ട്. നമ്മുടെ ഫേസ് വാഷ് ഇതിനകത്തേക്ക് ഇട്ടിക്കുന്ന സമയത്ത്, ഇതിനകത്തുള്ള ആ ഒരു പേപ്പറിനകത്തേക്ക് ഇട്ടിക്കുന്ന സമയത്ത് നമുക്ക് 4 വേണം കിട്ടാൻ. 4ൻ്റെയും 6ൻ്റെയും ഇടയിലുള്ളതാണ് നമ്മുടെ 5.5 എന്നുള്ള പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫേസിൻ്റെ pH ലെവൽ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പർ, നമ്മുടെ ഇതിനകത്തുള്ള ചെറിയൊരു പേപ്പർ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ഫോമിംഗ് ഫേസ് വാഷ്, നമ്മുടെ ക്യുമിൻ്റെ ഫോമിംഗ് ഫേസ് വാഷ് ഞാൻ ഇതിനകത്തേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ കണ്ടല്ലോ നമുക്ക് വലിയ ഒരു മാറ്റം വരുന്നില്ല അതിനകത്ത്, കാര്യമായിട്ട് ഒരു മാറ്റവും ഇല്ല. നമ്മൾ എങ്ങനെയാണോ ആ ഒരു പേപ്പറിനകത്ത് ആ ഒരു കളർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയൊരു ആ ഒരു കളർ നമ്മൾ ഇട്ടിച്ചു കൊടുത്ത ശേഷം ഉണ്ടാകുന്ന ആ ഒരു ചെറിയൊരു മാറ്റം തന്നെ ഉള്ളൂ, അല്ലാണ്ട് കാര്യമായിട്ട് മാറ്റം ഇവിടെ സംഭവിക്കുന്നില്ല. ഡാർക്ക് പച്ചയാവുക അല്ലെങ്കിൽ നീലയാവുക അങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്നില്ല. ഇനി ഞാൻ ആ ഒരു pH ലെവൽ കണക്കാക്കുന്ന ആ ഒരു കളർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, നമ്മുടെ ആ ഒരു 4ലാണ് ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. ഒന്നും തന്നെ നമുക്ക് അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ സേഫാണ്, നമുക്ക് നമ്മുടെ ഫേസിലേക്ക് സേഫാണ്. 5 എന്നുള്ളത് സേഫാണ്. 5.5 ആണ് നമ്മുടെ ഈ ഒരു ഫേസിലത്തെ pH ലെവൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഒത്തിരി വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ഗ്രീൻ കളർ ആവുന്നതും അതുപോലെ തന്നെ ബ്ലൂ കളർ ആവുന്നതൊക്കെ pH ലെവൽ ഉപയോഗിച്ചിട്ട് ഷാമ്പൂവിനാണെങ്കിലും സോപ്പിൻ്റെ ആണെങ്കിലും ഒത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൻ്റെ എന്ന് പറയുന്നത് 5.5 ആണ്. ബോഡിയിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 5.5 പറ്റില്ല കേട്ടോ. നമ്മുടെ ബോഡി നല്ല രീതിക്ക് ക്ലീൻ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 7 അല്ലെങ്കിൽ 7 14 30 35 ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ 7ൻ്റെയും 8ൻ്റെയും ഇടയിൽ ആ ഒരു ഇതാണ് നമ്മുടെ ബോഡിയിലേക്കുള്ള pH ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ വേറൊരു ഷീറ്റ് കൂടി ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കാണിച്ച ഇതേ ഒരു ഷീറ്റിൽ നിന്ന് വേറൊരു പേപ്പറും കൂടി ഞാൻ എടുത്തിട്ട് ഒരു ടെസ്റ്റും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് വേറെ ഒന്നുമല്ല, നമ്മൾ സെയിലാക്കുന്ന നമ്മുടെ ലിക്വിഡ് ബാത്ത് സോപ്പിൻ്റെ ആ ഒരു pH ലെവലാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ബോഡിയിലേക്കാണ് അത് ഉപയോഗിക്കുന്നത്. ബോഡിയിലേക്ക് മാത്രമല്ല, ഞാനിത് ഫേസിലേക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ pH ലെവൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതും എൻ്റെ ഫേസിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് 7.35 അല്ലെങ്കിൽ 14 ആ ഒരു റേഞ്ച് തന്നെയാണ് എനിക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫേസിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ജീരകത്തിൻ്റെ ഫേസ് വാഷ് വരുന്നതിന് മുന്നേ വരെ ഞാൻ ഈ ഒരു ലിക്വിഡ് ബാത്ത് സോപ്പ് തന്നെയാണ് ഞാൻ ഫേസിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ ബോഡിയിലേക്കും ഫേസിലേക്കൊക്കെ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതാ ആ ഒരു pH ടെസ്റ്റ് പേപ്പറിനകത്തേക്ക് നമ്മുടെ ഈ ലിക്വിഡ് ബാത്ത് സോപ്പിൻ്റെ അത് ഇറ്റിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും കളർ പെട്ടെന്ന് തന്നെ ചേഞ്ചായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഗ്രീൻ കളർ നല്ല ഡാർക്ക് ഗ്രീൻ അല്ല, ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ. അത് ഞാൻ നമ്മുടെ ടെസ്റ്റ് പേപ്പറിൻ്റെ ആ ഒരു കളർ നിങ്ങൾക്ക് കാണിച്ചു തരാം, കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ടെസ്റ്റ് പേപ്പർ എടുത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോനകത്ത് അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് കാണുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് പേപ്പറിൽ കാണുന്ന 7 ആണ് കേട്ടോ. 8 വരുന്നില്ല, 7ലാണ് കിടക്കുന്നത്. 7ൻ്റെയും ഞാൻ പറഞ്ഞു 7ൻ്റെയും 8ലും, അതായത് 7.35 14 ആ ഒരു റേഞ്ചാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ ക്ലീൻ ചെയ്യുന്നത്. ബോഡിയിലത്തെ ആ ഒരു സ്കിൻ ടൈപ്പും ഫേസിലത്തെ സ്കിൻ ടൈപ്പും രണ്ടും 2 തരത്തിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ കെയർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് ക്ലെൻസ് ആയി കിട്ടുള്ളൂ. ഫേസിലേക്ക് എന്ന് പറയുമ്പോൾ 5.5ഉം ബോഡിയിലേക്ക് പറയുമ്പോൾ 7.13ഉം ആ ഒരു റേഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ 7 അല്ലെങ്കിൽ 7ൻ്റെയും 8ൻ്റെയും ഇടയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി നല്ല രീതിക്ക് ക്ലെൻസ് ആവുള്ളൂ. അതല്ലാതെ നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന 5.5 എടുത്തിട്ട് ബോഡിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലെൻസ് ആവും, നല്ല രീതിക്ക് ക്ലീൻ ആവുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല, ക്ലീൻ ആവും തോന്നുന്നില്ല. നമ്മൾ സെൻസിറ്റീവ് സ്കിന്നുകാരുണ്ടാവും, അവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അവർക്ക് ഈ പറഞ്ഞ പോലെ 5.5 ഉപയോഗിച്ചിട്ട് ബോഡി നമുക്ക് വാഷ് ചെയ്ത് വരാം, കുഴപ്പമില്ല. അവർക്ക് ചിലപ്പോൾ അലർജീൻ്റെ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരായിരിക്കും സെൻസിറ്റീവ് സ്കിന്നുകാർ, അവർക്കൊന്നും ചിലപ്പോൾ ചേർന്നൊന്നും വരില്ല. അപ്പോൾ ഓക്കെ, അവർക്ക് ഓക്കെ. അതല്ലാത്ത ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പറഞ്ഞ പോലെ 7 ആ ഒരു 7ൻ്റെയും 8ൻ്റെയും ഇടയിൽ വരുന്ന ആ ഒരു പോയിന്റ് തന്നെയാണ് നമ്മുടെ ബോഡിയിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു pH ലെവലിൻ്റെ ആ ഒരു ഇത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ രീതിക്കുള്ള ബോഡി ഈ പറഞ്ഞ സോപ്പാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലിക്വിഡ് ബാത്ത് സോപ്പാണെങ്കിലും എല്ലാം നമുക്ക് ഈ ഒരു ലെവലിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി നല്ല രീതിക്ക് ക്ലെൻസ് ആവുകയുള്ളൂ അല്ലെങ്കിൽ നല്ല രീതിക്ക് ക്ലീൻ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡിയത്തെ pH ലെവൽ 7.35. ഓക്കെ, 7ൻ്റെയും 8ൻ്റെയും ഇടയിൽ വരുന്ന നമ്മുടെ pH ലെവൽ, അതായത് ബോഡിയിലത്തെ. ഫേസിലത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4ൻ്റെയും 6ൻ്റെയും ഇടയിൽ, അതായത് 5.5 ഈ ഒരു റേഞ്ചിലായിരിക്കണം നമ്മുടെ ഫേസിലത്തെ ആ ഒരു pH ലെവൽ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് pH ലെവൽ 5.5 തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സേഫായിട്ട് ഫേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ക്യുമിൻ ഫോമിംഗ് ഫേസ് വാഷ് മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗൈസ്, നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇത് മാത്രമല്ല വേറെയും പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തേക്ക് കയറി ഒരു ഹായ് തരുക, ഞാൻ റിപ്ലൈ തരുന്നത്.